ജയശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും മറ്റും ഒപ്പം ഉപയോഗിക്കാവുന്ന ഗ്രേവിയുള്ള ഒരു ടേസ്റ്റി മുട്ടക്കറിയാണ്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 4 ചെറിയ തക്കാളി, 1 സവാള, 1 കപ്പ് തേങ്ങ, 3-4 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. 4 പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കടായിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്നു വരും. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു കൊടുത്ത തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇത് വഴന്നു വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇതോടൊപ്പം 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി എടുത്തു വെച്ച 1 കപ്പ് തേങ്ങയും 6-7 കാഷ്യൂനട്ടും 1 സ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ചിലർക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ പെരിഞ്ജീരകം ഒഴിവാക്കാവുന്നതാണ്. കാഷ്യൂനട്ട് ചേർത്താലാണ് നല്ല ക്രീമിയായി കിട്ടുകയുള്ളൂ. ഇത് കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. നമ്മുടെ കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ പാറി വന്നിട്ടുണ്ട്. തിളച്ചു വന്ന കറിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഇനി നമുക്ക് കറിയുടെ ഉപ്പിൻ്റെ പാകം നോക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിൻ്റെ പാകം നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്നുകൂടി തിളപ്പിക്കാം. തേങ്ങ അരച്ചെടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഈ കറി ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒപ്പം കൂട്ടാവുന്ന ഒരു നല്ല കറിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.